സിമ്പിളായിട്ട് സത്യത്തിൽ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ബൾക്ക് പ്രോസസ്സിങ്ങിന് പറ്റില്ല. നമ്മളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ചോദിച്ചപ്പോൾ നന്നായി ഓർഡർ വന്നപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് പ്രവേശിച്ചതാണിത്. എനിക്കിപ്പോൾ 41. നിങ്ങൾ നോക്കിക്കോളെ, ഇതിൻ്റെ മുടിക്ക് വല്ല ഇതുണ്ടാ നേരം ഉണ്ടാവുന്ന വെച്ചു. 41 വയസ്സ്. ഇല്ല, കാലം വരില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫാമിലിയും ഒക്കെ പിന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. താരൻ എന്തായാലും 10 ദിവസം കൊണ്ട് എന്തായാലും താരൻ മുടി ഒഴിച്ചിലൊക്കെ പോകും, റിസൾട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇത് പിന്നെ മൈലാഞ്ചി, കറിവേപ്പില, ചെമ്പരത്തി, കറ്റാർവാഴ പോലുള്ള ഒക്കെ പ്രകൃതിയായിട്ടുള്ള ഉണ്ടാക്കുന്ന പൊട്ടിച്ചുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. വീട്ടിലുണ്ടാക്കാമെങ്കിലും ഇതിൻ്റെ റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലത്തിന് പകരം വിപരീത ഫലം ഉണ്ടാവുക. അതായത് ഇത് നമ്മളെ ഇല്യാസ് ഖാൻ്റെ വീടാട്ടാ. ഈ ഒരു വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ആള് ഒരു എണ്ണക്കച്ചവടമാണ് ചെയ്യുന്നത്. അതും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ഇല്യാസ് ഖാനോട് വെച്ചേക്കാം. മൈക്ക ഇല്യാസ് ഖാനായി കൊടുക്കുക. കാരണം ഇതിനൊരു പ്രത്യേകത ഞാൻ അറിഞ്ഞിടത്തോളം 10 ദിവസം കൊണ്ട് താരം പോവും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആൾ ഇവിടെ തന്നെ ഉണ്ടാക്കണതാണ് പറയും. ഇതൊന്ന് കുത്തുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ. 2 മൈക്ക് ഉണ്ടായിരുന്നു, ഒരു മൈക്ക് കംപ്ലൈൻ്റ് ആയി, ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ പേര് ഇല്യാസ്, പുത്തമ്പള്ളിക്കടുത്ത് കോടത്തൂരാണ് സ്ഥലം. ഞാൻ പാരമ്പര്യമായി ആയുർവേദ കളരിമർമ്മ ചികിത്സാ രംഗത്ത് വർഷങ്ങളോളം സേവനമനുഷ്ഠിക്കുന്ന ഈ എണ്ണ തികച്ചും പ്രകൃതിദത്തമായി ഉണ്ടാക്കുന്നതാണ്. ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് തൊടികളിൽ നിന്ന് പറിച്ചെടുത്ത് ചേർക്കുന്ന ആയുർവേദ മൂലികകളും പച്ചിലകളും ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുടി കൊഴിച്ചിൽ താരനൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട്, മാക്സിമം 10 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ താരൻ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ മുടിയുടെ അറ്റം പിളരുന്ന അസുഖം അത് മാറി കിട്ടും. പിന്നെ തലനീറൊക്കെ ഉള്ളവർക്ക് അതിന് നല്ല റിസൾട്ട് ഉണ്ട്. ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഒരു റിസൾട്ടാണിത് കിട്ടുന്നത്. അത് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈ തലയുടെ അകാലനിരയുള്ള ആളുകളുണ്ടല്ലോ, ഇപ്പോൾ അകാലനിര ഒരുവിധ ആളുകൾക്കുണ്ട് പ്രായമാകുമ്പോഴത്തേനും നിര വരുന്നത്. അത്തരം ആളുകൾക്ക് അകാലനിരക്ക് നല്ല മാറ്റമുണ്ട്. ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല ഹെയർ ഓയിലാണ് ഈ ലുക്മാനി ഹെയർ ഓയിൽ. മാത്രമല്ല കഷണ്ടിക്ക് പിന്നെ മുടി വരുമെന്ന് ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കഷണ്ടിമ വരില്ല. നമ്മൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ് കൊടുക്കാൻ പാടില്ലല്ലോ. കഷണ്ടിക്ക് എന്തായാലും വരില്ല. അതൊക്കെ താരന് മുടി കൊഴിച്ചിൽ അത് നിങ്ങൾ പെർഫെക്റ്റ് ആണ് ആ റിസൾട്ട്. ഇത് ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞേക്കന്നെ ഞാൻ ഈ കളരി ചികിത്സാ രംഗത്ത് ഉണ്ട്. അത് പഠിക്കുകയും അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ ചികിത്സാലയങ്ങൾ പ്രവേശിച്ചിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗുരുക്കളുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ഒരു കുടുംബത്തിലൊരു ഗുരുക്കളുടെ കയ്യിൽ നിന്ന് അവരുടെ പാരമ്പര്യമായി കിട്ടിയ ഒരു താളിയോലയിൽ നിന്ന് കിട്ടിയ ഒരു യോഗം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ഇത് അല്പം ഒരു 1 ലിറ്റർ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ നോക്കിയത്. അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത് പിന്നെ ഉപയോഗിച്ചവർക്ക് നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ഏകദേശം ഒരു 11 വർഷത്തോളമായി ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കി തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഒരു വീഡിയോ സെക്ഷനിലേക്ക് വന്നത്. മറ്റ് നമ്മൾ ചികിത്സാലയത്തിൽ തന്നെ ഉണ്ടാക്കും, അതിങ്ങനെ ഓരോരുത്തർ മേടിച്ചിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഉപയോഗിച്ചവർ വീണ്ടും ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയത്. ആളുകൾക്ക് പൊട്ടിക്കുന്നതും അതുപോലെ അതിൽ ചേർക്കുന്ന ചേരുവകളും ഉണ്ടാക്കുന്നതും ഒക്കെ വന്ന് നോക്കാം, ലൈവായിട്ട് നോക്കാം. പിന്നെ അതായിട്ട് ഇത് നെല്ലിക്കുണ്ട്, ചെമ്പരത്തി ഉണ്ട്, കറ്റാർവാഴ ഉണ്ട്, പിന്നെ കറിവേപ്പിലുണ്ട്, മൈലാഞ്ചി ഉണ്ട്, പിന്നെ കുറച്ച് സീക്രറ്റ്സ് ഉണ്ടാവുമല്ലേ അതിൽ, അത് നമ്മൾ വെളിപ്പെടുത്തില്ലല്ലോ. കഷായം മരുന്നുണ്ട്, അതുപോലെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ വെട്ടിച്ചിട്ട് ആട്ടിയെടുത്തൊരു വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അത് പിഴിയണ മെഷീനാണത്. അത് അരക്കുന്ന മെഷീനുണ്ട്, പിഴിയുന്ന മെഷീനുണ്ട്. അതിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞത് ഒരു 100 ലിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് സാധനം ഉണ്ട്. 100 ലിറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാണ്. ഉണ്ട്. അതിന് ഇതിൻ്റെ 4 തരം ലൈസൻസ് എടുത്തിട്ടുണ്ട്, അംഗീകാരമുണ്ട്. ഇതിൻ്റെ ഉദ്യമആധാർ ലൈസൻസ്, കാസിഫ്റ്റ്, അങ്ങനെ കുറച്ച് ലൈസൻസുകളുണ്ട്. FSSI അങ്ങനെ ലൈസൻസ് ഉണ്ട്. ഓക്കെ, അവർ വന്ന് ചെക്ക് ചെയ്തിട്ടാണ് ലൈസൻസ് ഒക്കെ നമുക്ക് തരും. ഓക്കെ, ഇല്ല അതൊന്നുമില്ല. എൻ്റെ എക്സ്റ്റേണൽ യൂസ് ആണ്. എല്ലാ സംഭവങ്ങളും ലൈസൻസ് അടങ്ങിയ എണ്ണയാണ് ഇവർ കൊടുക്കുന്നത്. ശരിക്കും വീട്ടിൽ വെച്ചിട്ട് ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന പ്രൈസിലാണത്. കുഴപ്പമില്ല. ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഏകദേശം 3 വയസ്സിന് മുകളിലുള്ള പിന്നെ ആർക്കും ഉപയോഗിക്കാം. 3 വയസ്സുള്ള കുട്ടി മുതൽ അതിൻ്റെ മുകളിലേക്കുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഹെയർ ഓയിലാണിത്. അതെ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 മില്ലിക്ക് 700 രൂപയാണ് വരുന്നത്. 500 മില്ലി 1/2 ലിറ്ററിന്.
ഇത് വരുന്നത് 200 മില്ലിക്ക് 300 രൂപയാണ് വരുന്നത്. ഈ 2 തരത്തിലുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല ഇത് കസ്റ്റമറിന് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കേരളത്തിൽ ഡെലിവറി ചാർജ് വാങ്ങിക്കണില്ല. കേരളത്തിൽ എവിടേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കും. അവരുടെ ഡീറ്റെയിൽസ് അഡ്രസ്സ് കിട്ടി കഴിഞ്ഞ് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അതെ അതെ. ഇത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ പൂവാണ് നമ്മൾ ചേർക്കുന്നത്. ഉണ്ട്. ചെമ്പരത്തി പൊട്ടിക്കാൻ പോകുമ്പോഴേ പൊട്ടിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നുള്ളൊരു ഉമ്മ എന്നോട് ചോദിച്ചു ഇത് എന്തിനാണ് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു മുടിയുടെ എണ്ണ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു എൻ്റെ കുട്ടിയുടെ തലയിൽ പേരക്കുട്ടിയുടെ തലയിൽ താരനുണ്ട്, നന്നായി കട്ട താരനുണ്ട്, അത് പോകുമോ ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോവും, തീർച്ചയായിട്ടും പോവും. ഒരാഴ്ച 10 ദിവസം കൊണ്ട് അത് പോകും. എന്നാൽ ഒന്ന് കൊണ്ടുപോവാം ഒരാഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഒരു കുപ്പി കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞു. അങ്ങനെ പിറ്റത്തെ തവണ ഞാൻ ഇതേപോലെ പൊട്ടിക്കാൻ പോകുമ്പോൾ യാദൃശികമായിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാം. അന്ന് പിന്നെ മുടിരെണ്ണ കൊണ്ടുവന്ന ആളല്ലേ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല കേട്ടാ, അത് പോയി, താരം പോയി കിട്ടി, അത് പോയി കിട്ടി. ഇനി ഇത് തുടർച്ചയായിട്ട് നമുക്ക് കിട്ടാൻ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇതിൻ്റെ നമ്പറുണ്ട്, ഇതിന് കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി, അത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം, അല്ലെങ്കിൽ കൊറിയറായിട്ട് എത്തിച്ചേരാം, എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അനുഭവം ഈ ചെമ്പരത്തി പൂ പൊട്ടിക്കാൻ പോയെടുത്തുണ്ടായി. നല്ലൊരു അനുഭവം. ഓഫ് കോഴ്സ് സത്യമായിട്ട് ഉണ്ട്. കറ്റാർവാഴ ഉണ്ട്. ഈ പിന്നെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില വീട്ടിൽ നിന്ന് പൊട്ടിക്കുന്ന കേട്ടോ, ശരിക്ക് വീടുകളിൽ പോയിട്ട് പൊട്ടിക്കുന്ന. കാരണം മാർക്കറ്റിൽ നിന്നുള്ള കറിവേപ്പിലയിൽ പിന്നെ പലരും പറയുന്നുണ്ട് രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, അത് കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം കറിവേപ്പില ചിലപ്പോൾ നമുക്ക് മുടിക്ക് ഗുണത്തിനേക്കാൾ ദോഷ ചെയ്യാം. അതുകൊണ്ട് വെറും നാട്ടിൽ നിന്ന് പൊട്ടിക്കുന്ന കറിവേപ്പില മാത്രമേ ഉപയോഗിക്കുള്ളൂ. സത്യസന്ധമായിട്ട് അതാ പറഞ്ഞത്, പൊട്ടിക്കുന്നിടത്ത് വന്ന് കാണാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഓക്കെ.